അപ്പോൾ ആഫ്റ്റർ ഡെലിവറി ഞാൻ ഏറ്റവും കൂടുതൽ കേട്ട ഒരു ചോദ്യമല്ല, കാര്യം എന്താണെന്നറിയോ? പറഞ്ഞുതരാട്ടോ. മോളെ, നിനക്ക് എന്തിന്റെ കേടാ? എന്തിനാ കുട്ടീനെ നീ പ്രസവിക്കാൻ തീരുമാനിച്ചത്? നിനക്ക് പ്രാന്ത്. ആ കുട്ടി മരിച്ചത് നന്നായി, അല്ലെങ്കിൽ ആ കുട്ടി നിങ്ങൾക്കൊരു ഭാരമാവുള്ളൂ. എന്തിനാ അങ്ങനത്തെ കുട്ടീനൊക്കെ പ്രസവിച്ചിട്ട്? നിങ്ങൾക്ക് അറിഞ്ഞപ്പോൾ തന്നെ അതിനങ്ങടെ അബോർഷൻ ചെയ്യായിരുന്നില്ലേ? ഇതുവരെയൊക്കെ എത്തിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? സങ്കടപ്പെടുന്നത്, ആ കുട്ടി മരിച്ചതിൽ സന്തോഷിക്കേ. നിങ്ങൾ ചെറിയ പ്രായമല്ലേ, വേറെ കുട്ടികളൊക്കെ ഉണ്ടാവും. ആ കുട്ടീനെ ആലോചിച്ചിട്ട് എന്തിനാ കരയേണ്ട ആവശ്യം? ആ കുട്ടി മരിച്ചത് നന്നായി വിചാരിക്കും. തോന്നുന്നുണ്ടാവില്ലേ എന്തായാലും എന്നോട് ഇങ്ങനെ ചോദിക്കണേന്ന്? കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പ്രഗ്നൻസി പോസിറ്റീവായതിനു ശേഷം മൂന്നാം മാസമല്ല, ഫസ്റ്റ് തന്നെ നമ്മളൊരു ഉണ്ണിയുടെ ഹാർട്ട് ബീറ്റ് കിട്ടുന്ന ഒരു സ്കാനില്ലേ, അങ്ങനെ സ്കാൻ ചെയ്ത് ഉണ്ണിയുടെ ഹാർട്ട് ബീറ്റ് കിട്ടി. ഇനി 3-ാം മാസത്തെ സ്കാൻ അതും ചെയ്തു. അത് ചെയ്തപ്പോൾ ഉണ്ണിയുടെ നാസൽ ബോർഡ് പ്രസന്റ് ആണ് അന്നേരം പറഞ്ഞു. ഇനിയാണ് 5-ാം മാസത്തിന്റെ സ്കാൻ, അനോമലി സ്കാൻ. അങ്ങനെ ഞാൻ നല്ല സന്തോഷത്തിലാണ് അനോമലി സ്കാൻ പോകുന്നത് കേട്ടോ. കാര്യം ഞാൻ 3D 4D സ്കാൻ നടത്താൻ പോയത്. അതാവുമ്പോൾ എനിക്ക് ഉണ്ണിയുടെ മുഖം കാണാലും ആ ഒരു സന്തോഷത്തിൽ ഞാൻ ചെന്ന് കയറി കൊടുത്തു തൃശ്ശൂർ. അങ്ങനെ സ്കാനൊക്കെ കഴിഞ്ഞ് എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടോ. കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് എൻ്റെ കൂടെ ആരാ വന്നിരിക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അനിയത്തിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആളെ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. ആരാളെ ചോദിച്ചിട്ട് അവർ വിളിക്കുന്ന ചടങ്ങാണ്. എന്ന് വെച്ചാൽ അനിയത്തിയാണ് വന്നിരുന്നത്. അപ്പോൾ അവളെ വിളിച്ച് അവളോട് കൂടെ കാര്യം പറയാണ്, കുട്ടിക്ക് ഇങ്ങനെ നേസൽ ബോൺ നോസിഫൈഡ് ആണ്. എന്നുവെച്ചാൽ ഉണ്ണിയുടെ മുക്കിൻ്റെ ആ ഒരു ഇത് കാണാനില്ല. അപ്പോൾ പിന്നെ ഉണ്ണിയുടെ ഹാർട്ടിനും ചെറിയൊരു പ്രശ്നം പറഞ്ഞായിരുന്നു. അപ്പോൾ പറഞ്ഞു കുറച്ചും കൂടി ടെസ്റ്റുകൾ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്നോസിന്തസിസ് പറയും. ഉണ്ണി കിടക്കുന്ന ഒരു ഫ്ലൂയിഡ്, ഒരു വെള്ളത്തിലല്ലേ കിടക്കണം അമ്നോട്ടിക് ഫ്ലൂയിഡ്. അത് നമ്മുടെ വയറ്റിൽ നിന്ന് കുത്തിയെടുത്ത് അത് ടെസ്റ്റിന് വിടും. അതൊരു മാസത്തെ ടെസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇവളെ മൊത്തം നോക്കിയപ്പോൾ ഇവള് കിറങ്ങി തല കറങ്ങി ഇപ്പോൾ വേണോ എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷേ ഞാൻ കൂളായിരുന്നു. കാര്യം എനിക്ക് ആ സമയത്ത് എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താ പറയേണ്ടതെന്നുള്ള ഒരു ഒന്നും മനസ്സിലാവണില്ല. ഞാൻ ഒരു കിളി പറഞ്ഞിട്ടാണ് ഞാൻ ആ സമയത്ത് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ അമ്നോസിന്തസിസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വരെ 1 മാസം പിടിക്കും, നിങ്ങൾ വേഗത ചെയ്യണം. ചെയ്തിട്ട് അതെങ്ങനെ ചെയ്ത് നോക്കി അത് അബോർഷൻ ചെയ്യണമെങ്കിൽ വേദന അബോർഷൻ ചെയ്യാം. ഇപ്പം തന്നെ 22 ആഴ്ചയായി എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത്. ആ ശരി പറഞ്ഞു. ഞാൻ ഇറങ്ങി പോകും കേട്ടോ. ഇത് പഠിച്ചു പോയി. അവൾക്ക് എനിക്ക് മോട്ടിവേഷൻ തരാൻ പിന്നെ നടക്കുക. ചേച്ചി പഠിക്കണ്ടോ, ചേച്ചി പഠിക്കണ്ടേ, ചേച്ചി സമ്മതമാണെങ്കിൽ നമുക്ക് യൂണിനെ നോക്കാട്ടോ, ഇപ്പോൾ ഡൗൺ സിൻഡ്രോം ആയാലും കുഴപ്പമില്ല, നമുക്ക് യൂണിനെ നോക്കാം, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എനിക്ക് പിന്നെ എൻ്റെ ഒരു പേടിയെന്ന് വെച്ചാൽ ഹസ്ബൻഡ് എന്ന് പറയുമായിരുന്നു. അപ്പോൾ ഞാൻ ചേട്ടനോട് കാര്യം പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇപ്പോൾ ആ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഞാൻ ഈ കുട്ടീനെ കളയാൻ ഉദ്ദേശിച്ചിട്ടില്ല, എന്താണ് ഈ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരി, ഞാൻ കളയാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം ഒന്നും കാണാതെ നമുക്ക് ദൈവം ഒന്നിനും തരില്ല. പിന്നെ ബുദ്ധിയുള്ളവർക്ക് മാത്രം ജീവിക്കാനാണ് ഈ ഭൂമിയിൽ, നമുക്ക് ബാധിക്കാനും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ ബുദ്ധി എന്തോരണ്ടെന്ന് നമുക്കൊന്ന് അളന്ന് നോക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും, കാര്യം ഞങ്ങൾ രണ്ടുപേരും അച്ഛനും അമ്മയും, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുഴപ്പമില്ല, ഞങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെന്ന് തീരുമാനിച്ചു. ഒറ്റ സ്കാനിലും അവന് നേസൽ ബോൺ അനോസിഫൈഡ് ആയിട്ട് തന്നെയാണ് ഇരുന്നിരുന്നത്. ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഒരു സ്കാൻ ചെയ്തപ്പോഴൊക്കെ അവർ പറഞ്ഞു ഇത് ഡൗൺ സിൻഡ്രോം ബേബി ആവാൻ തന്നെയാണ് സാധ്യത എന്ന് പലപ്പോഴായിട്ട് അവർ പറഞ്ഞു. എന്നാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങളത് കാര്യം അങ്ങനെ പാവം ചെയ്യേണ്ട ആവശ്യമെന്ന് തോന്നിയില്ല, ഞങ്ങളായിട്ട് നമ്മളതിനെ കൊല്ലേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഞങ്ങൾ കണ്ടിന്യൂ ചെയ്ത് വന്ന് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഒന്നും കാണാതെ നമ്മൾ പറയും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ട്യൂബ് ബ്ലോക്കാണ്. ആ ട്യൂബ് ബ്ലോക്ക് ആയതിലാണ് ഈ പ്രഗ്നൻസി എനിക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം എല്ലാ മാസം ഓവുലേഷൻ സ്കാൻ ചെയ്ത ആ ഒരു ഓവുലേഷൻ സൈക്കിളൊക്കെ നോക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്യൂബ് ബ്ലോക്കായ മാസമാണ് എനിക്ക് പ്രഗ്നൻസി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് കിട്ടേണ്ട ഒരു പ്രഗ്നൻസിയാണ് എന്ന് ഞങ്ങൾക്ക് തോന്നി. ഈ കാരണം ആർക്കായാലും ഇങ്ങനെയൊക്കെ ഒന്ന് പറയാൻ തോന്നും. അതൊന്നും ഞാനില്ല എന്ന് പറയില്ല. പക്ഷെ നിങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷെ ചോദിക്കുന്ന ആ ഒരു സന്ദർഭം, ആ ഒരു സമയം നിങ്ങൾക്കൊന്ന് നോക്കായിരുന്നു. ഇപ്പോൾ ഇന്നിപ്പോൾ 13-ാം തീയതി, എനിക്ക് സിസേറിയൻ കഴിഞ്ഞിട്ട് 23 ദിവസമായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് ചോദിക്കാം, ഇന്നലെ ചോദിക്കാം, ഞാൻ ചോദിക്കാം, നാളെ ചോദിക്കാം. നിങ്ങൾക്ക് ഈ സമയങ്ങൾ എപ്പോൾ വേണമെങ്കിലും എന്നോട് ചോദിക്കാം, ഇനിയോട് ചോദിക്കാം. ഞാൻ മറുപടി തരാൻ പറയാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ എൻ്റെ ആ സിസേറിയൻ കഴിഞ്ഞ ആദ്യത്തെ ആ ഒരു 7 ദിവസം അത് നിങ്ങൾ എന്നെ ഒന്ന് മനസ്സിലാക്കണമായിരുന്നു എല്ലാവരും. ഞാൻ എന്തൊരു സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകണത് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാമായിരുന്നു എല്ലാവർക്കും. അല്ലെങ്കിൽ എൻ്റെ ഫാമിലി എന്തൊരവസ്ഥയെ കൂടിയാണ് ആ ഒരു സമയത്ത് കടന്നു പോയിരുന്നത് എന്ന്. അത് നിങ്ങൾ ആരും ചിന്തിച്ചില്ല. അതിന് ചെറിയൊരു അമർഷം എനിക്കുണ്ട്. കുട്ടീനെ പ്രസവിക്കാൻ പോകണതെന്ന് വെച്ചിട്ട് എനിക്ക് കോൾ സർജറി ഒന്നല്ല ചെയ്തത്, സിസേറിയൻ തന്നെയാണ്. 7 ലെയറും മുറിച്ച് എന്താ പറയുക തുന്നി കെട്ടിയിട്ട് തന്നെയാണ് ഞാനും കിടന്നിരുന്നത് ആ സമയത്ത്. എനിക്ക് തന്ന സ്പൈനൽ അനസ്തേഷ്യയും അതിൻ്റെതായ സമയം കഴിഞ്ഞപ്പോൾ തരിപ്പൊക്കെ വിട്ടു. എനിക്കും അതിൻ്റെതായ വേദനകൾ ഉണ്ടായിരുന്നു. ശാരീരികമായിട്ടും മാനസികമായിട്ടും ഞാൻ അടപടലം തകർന്നിരിക്കുന്ന നിമിഷങ്ങളായിരുന്നു ആ ഒരു 7 ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നിരുന്നത്. അതിൻ്റെ കൂടാതെ സെപ്റ്റിസീമിയ അടിച്ചിട്ടും എനിക്ക് മാറാത്ത പനിയും ഇതെല്ലാം എന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും തകർത്തിരുന്ന നിമിഷങ്ങളായിരുന്നു അതൊക്കെ. സിസേറിയൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നോർമൽ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരവരുടെ കുട്ടികളെ കാണുമ്പോൾ പിന്നെ പറയില്ലേ, നമ്മൾ അത്രയും വേദന സഹിച്ച് നമ്മൾ ആ ഒരു കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്, അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണെന്ന് നമ്മൾ പറയും. പക്ഷെ ഞാൻ കണ്ടത് അങ്ങനെ ഒരു ജീവനുള്ള കുഞ്ഞിനെയല്ല, മരിച്ച് 3 ദിവസം പഴക്കം ചെന്ന ജീവനറ്റെ വിറങ്ങലിച്ച് കിടക്കുന്ന എൻ്റെ കുഞ്ഞിനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് 10:45 സിസേറിയന് ചെയ്യാൻ കയറ്റിയാൽ ഞാൻ വൈകിട്ട് 3 മണിക്കാണ് എനിക്ക് ബോധം വരുന്നത്. ബോധം വന്ന് പോയതാണോ അത് ഉറങ്ങിപ്പോയതാണോ എന്ന് എനിക്കൊരു പിടിയില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് എനിക്കൊരു ഉണ്ണിനെ കാണിച്ചത്. അപ്പോഴത്തേനും അത്യാവശ്യം സമയമായിട്ടുണ്ട്. അങ്ങനെ ഞാൻ പുറത്തിറക്കി എന്നെ വീട്ടുകാരെ കാണിക്കല്ലോ. വീട്ടുകാരെ കാണിച്ചപ്പോൾ എന്താ പറയുക, ഞാൻ വീട്ടുകാർ എല്ലാവരും ഉണ്ണിനെ കണ്ടു പറഞ്ഞു. പിന്നെ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു ചേട്ടൻ ഉണ്ണിനെ കണ്ടോ? ചേട്ടൻ പറഞ്ഞു, ചേട്ടൻ പെട്ടെന്ന് പൊട്ടി കരഞ്ഞ് പെട്ടെന്ന് നിർത്തി. ചേട്ടൻ പറഞ്ഞു ഇല്ല എനിക്ക് കാണണ്ടാ പറഞ്ഞു, എനിക്ക് ആ കുഞ്ഞിനെ അങ്ങനെ കാണണ്ടാ പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഞാൻ നല്ല സന്തോഷത്തിലാണ് കിടക്കുന്നത്. എന്താ മരിച്ച കുഞ്ഞിനാണെങ്കിലും എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണാതെ ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ ആ ഒരു OT റൂട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് എനിക്കൊരു 10 മിനിറ്റിന് മേലെ 10-15 മിനിറ്റ് നേരം എനിക്ക് ഉണ്ണിനെ കാണിച്ചു തന്നു കേട്ടോ. അപ്പോഴൊക്കെ അന്നേരത്തൊന്നും എനിക്കൊരു തുള്ളി സങ്കടം വന്നിട്ടില്ല. കാര്യം ഞാൻ എല്ലാവരെയും പോലെ തന്നെ അത്രയും സന്തോഷത്തിലായിരുന്നു. കാര്യം ഞാൻ 9 മാസം കാണാൻ കാത്തിരുന്ന കൊച്ചിനെയാണ് ഞാൻ ആ നേരത്തെ കാണുന്നത്. അതിന് നല്ല സന്തോഷം എനിക്ക് ആ സമയത്തുണ്ടായിരുന്നു കേട്ടോ. അതിനില്ല എന്ന് പറയില്ല. എന്താ പറയുക, ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ തന്നെ ഇരുന്ന കാര്യം എനിക്ക് അങ്ങനെ കണ്ട സന്തോഷമായിരുന്നു. എനിക്ക് എന്താ പറയുക, ആ സമയത്തൊന്നും അങ്ങനെ സങ്കടം ഉണ്ടായിരുന്നില്ല. മീൻസ് ഞാൻ കുറച്ചും സ്ട്രോങ് ആയ പോലെ ആ ഒരു 3 ദിവസം ഞാൻ കരഞ്ഞതിന് എനിക്കൊരു സന്തോഷം.
അങ്ങനെ പിന്നെ പിന്നീട് ഞാൻ കുറച്ച് നേരം ഞാൻ എന്നെ വീണ്ടും പോസ്റ്റപ്പിൽ എടുത്തി അവിടുന്ന് എൻ്റെ ഹസ്ബൻഡിനെ അടയ്ക്കുമ്പോൾ കയറ്റി കാണിപ്പിക്കുമായിരുന്നു. ആ നേരത്തെ പിന്നീട് ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ വീണ്ടും കണ്ടോ ചോദിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞില്ല, ഞാൻ കണ്ടില്ല, ഞങ്ങളിപ്പോൾ പോയി അടക്കം ചെയ്തിട്ട് തിരിച്ചു വന്നു, അടക്കം ചെയ്തു പറഞ്ഞു. അടക്കം ചെയ്തോ എങ്ങനെ നിങ്ങൾ ഒരു ഫോട്ടോ എടുത്തിരുന്നു ചോദിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഇല്ല ഫോട്ടോ എടുത്തില്ല, ഫോട്ടോ എടുക്കണ്ട പറഞ്ഞു, അത് വേണ്ട അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിന്നെ അതിനെ വിട്ടു. നമ്മൾ പിന്നീട് എനിക്കുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ ചോദിച്ചു തുടങ്ങി, എന്നെപ്പോൾ വാടിക്ക് മാറ്റൂ, എന്നെപ്പോൾ മാറ്റൂ. കാര്യം എനിക്ക് എല്ലാവരോടും പറയാനേ, അമ്മേനോടും ഞങ്ങളോടൊക്കെ പറയാൻ, ഞാൻ ഇങ്ങനെ ഉണ്ണിനെ കണ്ടു, നിങ്ങൾ ഉണ്ണിനെ കണ്ടോ, എനിക്ക് ആ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ അത്രയും തിരക്ക് കൂട്ടിയിട്ടായിരുന്നിരുന്നത്. അങ്ങനെ എന്നെ വാടിക്ക് മാറ്റിയതിന് ശേഷവും എന്താ പറയുക, നമുക്ക് ഇളകാനും ഒക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടും. പിന്നെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഐവിയിലേയും കിട്ടുന്ന കൂട്ടത്തിലൊന്നുമല്ല. ക്യാനിലെ കുത്തി എന്നെ നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നഴ്സുമാരൊന്നും കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. കാര്യം എനിക്ക് വേഗം കിട്ടില്ല, എന്തൊട്ട് ചെയ്യണത്, ആരെന്തൊട്ട് ചെയ്യണത്. അങ്ങനെ എന്താ പറയുക, 7 ദിവസം കിളകാനും വയ്യ, അതുപോലെ കുത്തും ഒക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. പിറ്റേ ദിവസം നമ്മൾ നടക്കണം. ഇപ്പോൾ സിസേറിയൻ കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ആദ്യം എങ്ങനെ നടക്കണു, അല്ലെങ്കിൽ ചുമക്കാനുള്ള ബുദ്ധിമുട്ട്, ഇരിക്കാനുള്ള ബുദ്ധിമുട്ട്, എല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ്. ദിവസം തന്നെ നമ്മൾ നടത്തിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, എന്നിട്ട് വേണമല്ലോ കത്തിയിട്ട് ഊരാൻ, യൂറിൻ കത്തിയിട്ട് ഊരാൻ. പിറ്റേ ദിവസം ഞാൻ നടന്നു വന്നു, കത്തിയിട്ട് ഊരി. പിന്നെയും ഞാൻ പുറത്തേക്കൊക്കെ ഒന്ന് നടക്കും, വരും, രാവിലെ ഒന്ന് നടക്കും, തിരിച്ച് വരും. കുറച്ച് കഴിയുമ്പോഴത്തേനും പനി തുടങ്ങും, കെടുപ്പാകും. ഇതാണ് പതിവുണ്ടായിരുന്നത്. പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും ബുദ്ധിമുട്ടായിരുന്നു. സ്റ്റിച്ചിൻ്റെ വേദന, പനി, പിന്നെന്താ ഈ ക്യാനിലെ കുത്തിയണതിൻ്റെ വേദന, കൈ രണ്ടും നീതി വന്നിരിക്കുകയാണ് കുത്തിയിട്ട്. എല്ലാ വേദനകളും ഉണ്ട് എനിക്ക്. പിന്നെ മാനസികമായിട്ടുള്ള വേദനകളുണ്ട്, വയ്യായികയും. നമ്മൾ അത്രയും ബുദ്ധിമുട്ടിലാണ് ഇരിക്കുന്നത്. പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ പനിയായിട്ട് വന്ന് പോണതുകൊണ്ട് വിറയലോട് കൂടി വരുന്ന പനി എനിക്ക് ഉണ്ടാവുന്നുണ്ട്. വിറയലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് എനിക്ക് വിറച്ച് പനിക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ എന്താ ചെയ്യേണ്ട, ഒന്നും ചെയ്യാൻ പറ്റാണ്ട് എൻ്റെ തലയ്ക്കാൻ പുറത്തിരിക്കണം എൻ്റെ ഭർത്താവിനെ കാണുന്നുണ്ട്, കരഞ്ഞുകൊണ്ട് എന്നെ പിടിച്ച് എല്ലാ ഭാഗത്തുനിന്നും പിടിച്ച് വെച്ചിരിക്കുക. കയ്യിൽ നിന്ന് ക്യാനിൽ പോകാതിരിക്കാൻ ഇഞ്ചക്ഷൻ കയറാൻ വേണ്ടിയിട്ട് കൈ പിടിച്ച് വെച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കണം എൻ്റെ അനിയത്തിനെ കാണുന്നുണ്ട്, എൻ്റെ കാല് പിടിച്ച് വെച്ചിരിക്കണം എൻ്റെ അമ്മേനെ കാണുന്നുണ്ട്. അത്രയും എനിക്ക് എൻ്റെ ശരീരത്തിന് പിടിച്ച് വെക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അത്രയും വറച്ചും കൊണ്ട് നിൽക്കുക. എനിക്കും ആ ഒരു പറയലിൽ എനിക്ക് സ്റ്റിച്ചൊക്കെ വേദനിക്കുന്നുണ്ട്, കൈ വേദനിക്കുന്നുണ്ട്, മേല് വേദനിക്കുന്നുണ്ട്, ഇങ്ങനെ കൂട്ടിയിടിച്ചിട്ട് എൻ്റെ ഈ ജോയിൻ്റൊക്കെ വേദനിക്കുകയാണ്. എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അതിനിടയിലാണ് ഈ ഫോൺ കോളുകൾ വരുന്നത്. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ എനിക്ക് പനി വരാണ്ട് നോക്കണം. അതിന് വേണ്ടിയിട്ട് മുക്കി തുടയ്ക്കുക. രാത്രി മൊത്തം അമ്മയും എത്തിയും ഉറങ്ങാതിരുന്ന് എന്നെ മുക്കി തുടച്ചുകൊണ്ട് നിൽക്കണം. അപ്പോൾ നമുക്കെന്താ ഈ ശരീരത്തിലുള്ള ഈ വേദനകൾ, മനസ്സിലുള്ള ആ ഒരു വേദന, ഇതൊന്നും പോരാതെ ഇത്രയും പേര് കഷ്ടപ്പെടുന്നത് എന്നുവെച്ചാൽ ഈ ഒരു 4 പേര് കഷ്ടപ്പെടുന്നത് എനിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ആ ഒരു ചിന്ത, അതൊക്കെ കൂടെ ഞാൻ ആ ഒരു 7 ദിവസം ഞാൻ അനുഭവിച്ച് വന്നിരുന്ന ആ ഒരു അവസ്ഥ, അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അത്രയും ബുദ്ധിമുട്ടി വന്നിരുന്നൊരവസ്ഥയാണ് എൻ്റെ ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് എന്നെ വിളിച്ചിട്ടും വീട്ടുകാരെ വിളിച്ചിട്ടും ഈ സെയിം കാര്യം പറഞ്ഞിരുന്നത്, ആ ഒരു കുട്ടി മരിച്ചത് നന്നായി. എത്ര വന്നാലും ഞാനൊരു പ്രസവിച്ച് കിടക്കുന്ന ഒരു അമ്മയാണ്. എന്താ പറയുക, ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു. അപ്പോൾ തന്നെ എനിക്ക് നല്ല സമാധാനമായിട്ടാണ്. കാര്യം ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ മാറിയപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സമാധാനമായിരുന്നു. പിന്നെ ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ ഒരു നിമിഷം എന്താ പറയുക, എനിക്ക് അങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് ഞാൻ പോയിട്ടില്ല. അതിന് കാരണം ആ ഒരു 4 പേരാണ്. എൻ്റെ ഹസ്ബൻഡ്, അമ്മ, അനിയത്തിമാർ. അവരില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാവില്ല. എനിക്ക് വല്ല കാർഡിയാക് അറസ്റ്റ് അടിച്ചിട്ടുണ്ടാവും സത്യം പറഞ്ഞാൽ. അങ്ങനെയാണ് ഉണ്ടാവുക. അവരെന്നെ നല്ലോണം അവരെനിക്ക് സപ്പോർട്ട് ചെയ്തു. ചില ഫാമിലി മെമ്പേഴ്സും അതെ എനിക്ക് നല്ല സപ്പോർട്ടായിട്ട് നിന്നു. എന്താ പറയുക, ആ കാര്യത്തിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. എനിക്ക് ഇത്രയ്ക്ക് നല്ലൊരു ഫാമിലിനെയാണ് കിട്ടിയത്. അതിനെ മനസ്സിലാക്കാൻ എന്ന് വെച്ചാൽ ഇത്ര ആധികാരികമായിട്ട് മനസ്സിലാക്കാൻ ഞാനൊന്ന് പ്രസവിക്കേണ്ട വന്നു. എൻ്റെ കുട്ടി മരിച്ചു. അതിപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും എൻ്റെ കൊച്ചിന് ഇനി ജീവനൊന്നും വരാൻ പോണില്ല. അപ്പോൾ ഞാനത് ആ ഒരു രീതിക്ക് എടുക്കുന്നുള്ളൂ. ഒന്നും കാണാതെ ദൈവത്തിൽ വിശ്വാസമുള്ളവർക്ക് അങ്ങനെ ചിന്തിക്കാം. ഒന്നും കാണാതെ ദൈവം ഒന്നും ചെയ്യില്ല. അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ഞങ്ങൾ നോക്കുമല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം. ഞങ്ങളായിട്ട് അങ്ങനെ ഒരു പാപം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളായിട്ട് അങ്ങനെ ഒരു പാപം ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചു. അവസാനം ഇപ്പോൾ ദൈവം തന്നെ തിരിച്ചെടുത്തു. ഞങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം. പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് ഇനി എന്നോട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ഇനി എനിക്ക് പ്രശ്നമില്ല. പക്ഷേ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നത് ആദ്യത്തെ ആ ഒരു 7 ദിവസത്തെ കേട്ടോ. ഇനി നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചോട്ടോ, എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഞാൻ ഇപ്പോഴും എടുത്ത് പറയാണ്, ബുദ്ധിയുള്ളവർക്ക് മാത്രം ജീവിക്കാനല്ല ഈ ലോകം, എല്ലാവർക്കും ജീവിക്കാനുള്ളത് തന്നെയാണ് കേട്ടോ ഈ ലോകം. അപ്പോൾ എന്നാൽ ശരി കേട്ടാ. വേറെ എനിക്കിനി പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും ഇല്ല. ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പോൾ